ഇല്ല അതിന്റെ കാര്യം പറയണ എനിക്ക് പലതും പറയാനുണ്ട്. ഇന്ന് വൈകുന്നേരം എന്ത് സംഭവിച്ചു? ഇന്ന് വൈകുന്നേരം രാജാക്കാട് ഇനോഗ്രേഷന് പോകുന്ന വഴിക്ക് എന്ത് സംഭവിച്ചു? എല്ലാരും കേൾക്കണം, നാട്ടുകാരെ എല്ലാരും അറിയുവിൻ. പേട്ടിൽ തൂറിയിരിക്കുന്നു. ഓക്കെ, അല്ലല്ല, നമ്മള് സാധാരണ തമാശക്ക് ഇവിടെ വന്നിട്ട് ഓന്തൂറി ഓന്തൂറി എന്നെല്ലാം പറഞ്ഞ് തമാശാക്കും. ഇത് എന്റെ ഉമ്മ സത്യം, ഇത് ഞാൻ തമാശ പറഞ്ഞില്ല, കള പറയുന്നില്ല. പുള്ളിയാന്ന് എടുത്ത ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ആള്. പുള്ളി കള പറയില്ല, ഉള്ളതാണല്ലോ പകുതിക്ക് വെച്ച ഇറങ്ങിപ്പോയില്ല. ഞാൻ പറയാം, ഇനോഗ്രേഷന്റെ സ്ഥലത്തുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഇപ്പൊ വണ്ടി എടുത്ത് സീനായി കഴിഞ്ഞു പോയി. അതായത് നമ്മൾ ഇന്നലെ വരുന്ന വഴിക്ക് ഒരു പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് എല്ലാവർക്കും ഫുഡ് പോയ്സൺ അടിച്ച പോലെ വയറ് സീനായി. എല്ലാവരും ഫുള്ള് കക്കൂസിലായിരുന്നു. പക്ഷെ ഈ നാറി എന്താക്കി, ഒറ്റ പ്രാവശ്യം കക്കൂസ് പോയില്ല, രണ്ടാമത് പോയിട്ടില്ല. ഇപ്പൊ നേരെ കയറി വണ്ടിയിലിരുന്നു. 4-5 പ്രാവശ്യം പോയി. ഇവെല്ലാം 5-6 ജാസ്തി എത്ര പ്രാവശ്യം പോയി? ഞാൻ ഒരിക്കൽ പോയിട്ടില്ല. എന്റെ എന്താ അറിയോ, ഞാൻ പറയാ എന്നിട്ട് ഇനോഗ്രേഷൻ എത്തുന്നതിന് 5 മിനിറ്റ് മുമ്പ് ശരിയാവില്ല പോയി കൈവിട്ടേ. ഞാൻ പറഞ്ഞ ഇത് നിർത്തിയപ്പോ അതിന്റെ തൊട്ട് മുന്നിൽ ഒരു വീടുണ്ട്. ഇവൻ പറ ആ വീട്ടിൽ പോയിട്ട് ഞാൻ ഇത് ബാത്റൂം പോയത്. ഇവന്റെ ആണെങ്കിൽ മണ അടിക്കുന്ന വണ്ടിയിൽ. നമ്മളാദ്യം വെച്ച് ക്ലച്ച് കത്തിയാന്ന് വണ്ടീന്റെ. നേരെ ഇവരെ ഏതോ വീട്ടിൽ കയറി പോകാൻ പോയത് കക്കൂസ് പറഞ്ഞിട്ട് അവര് അടിച്ച് പുറത്താക്കൂലേ മണം മണത്താല്. ഞാൻ പറഞ്ഞ പെട്രോൾ പമ്പിലേക്ക് പോവാൻ പറഞ്ഞ് നടക്കൂല, നടക്കടാ. വേറെ വണ്ടി എടുത്ത് വേറെ വണ്ടി പിടിച്ചിട്ട് ഇവൻ തിരിച്ച്, നമുക്ക് ഇനോഗ്രേഷൻ 5 മിനിറ്റേ ഉള്ളൂ. ഇവൻ വേറെ വണ്ടി പിടിച്ച് നേരെ തിരിച്ച് റൂമിലേക്ക് വന്നു. നമ്മൾ ഇനോഗ്രേഷൻ പോയി. ഇവനില്ലാണ്ട് ഇന്ന് ഇനോഗ്രേഷൻ ചെയ്തത്. ഇന്ന് സ്റ്റേജിലൊന്നും നിങ്ങൾ ഇനോഗ്രേഷന്റെ വീഡിയോ എടുത്ത് നോക്കി. ഇവനില്ല. നമ്മള് സ്റ്റേജിലും പറഞ്ഞത്, അവൻ പറഞ്ഞു ഷെമീർ പാൻറ് തൂറിക്കൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവരോട് ഹായ്, എന്തല്ല സുഖല്ല, നിങ്ങള് വേറെന്തേനും എന്താ മാറിയിരിക്കുന്നു? പിന്നെ ഉള്ളതല്ലടാ മാറി. രാജാക്കാടിനെ കുറിച്ച് ഓക്കെ, ഇനോഗ്രേഷന്റെ നമ്മളെ ഈ നാടിനെ കുറിച്ച് എടാ ഇവിടെ തെറി വിളിക്കാ ഷമീർ, ഞാൻ കാര്യം പറയാം. നീ എന്തിനാ അവൻ ഉപ്പാക്ക് വിളിച്ചേ? എന്നെ തൂറൻ ഷമീർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നീ എടാ തൂറി പോയതല്ലേ, ഞാൻ എന്താ ശരിക്കും തൂറിയാ? ശരിക്കും തൂറിയില്ലേ? ഉമ്മ സത്യം ശരിക്കും ഞാൻ തൂറി. ഞാൻ തൂറുന്നല്ല, വർഷത്തിലൊരിക്കൽ. ഇത് പണ്ട് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതേപോലെ തൂറിപ്പോയത്. ഇത് മെൻഷനല്ല, ഇങ്ങനെ പറ്റൂല അല്ലേ? എന്താണിത്? കേസായി പോയ മുത്ത്. നീ ആലോചിക്ക സ്റ്റേജിൽ നിന്ന് എങ്ങനെ ഇത് വരുന്ന. നീ ആലോചിക്ക ഭാഗ്യം. 5 മിനിറ്റ് മുമ്പേ ആയത് ഭാഗ്യം. എന്റെ പുതിയ ഷഡ്ഡിയായിരുന്നു, പുതിയ പാന്റിൽ കുറച്ചായി. എന്നിട്ട് ആ പാന്റ് കെട്ടി വെച്ചില്ലടാ. ആ പാന്റ് ഇവനല്ലേ, ആ പാന്റ് ശരിക്കും ഇങ്ങനെ സംഭവിച്ച ആ പാന്റ് കളയണം അല്ലെ, കൊക്കയില് കടം കത്തിച്ച് കളയണം, അല്ലെങ്കിൽ ദൂരെ കളയണം. പുതിയ പാന്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തറിയോ? ഇതെടുത്തിട്ട് ചാക്കില് കെട്ടി വെച്ച് കൊല പഴിപ്പിക്കാൻ വെച്ച പോലെ. പിന്നെ കാറിൽ മണക്കൂലേ, മണം വരാണ്ടിരിക്കാൻ ചാക്കില് കെട്ടിയെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി കയറ്റൂല, വീട്ടിൽ പോയി തിരുമണം. പിന്നെ വീട്ടിലേക്ക് ആ വാഷിംഗ് മെഷീനിൽ നീ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഡ്രസ് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു നീ അത് ഇവിടെ ഉപേക്ഷിക്കാന്നും പറ്റില്ല. എന്റെ മോനെ ഞാൻ കാര്യം പറയാം, തൂരൻ ഗ്യാങ്ങോ എടാ അതല്ല ഇത് സംഭവം, ഇത് ഇന്ന് നടന്ന സംഭവം. ഇതെന്താ അറിയാണ്ട് ഫുഡ് പോയ്സൺ അടിച്ചാടാ. ഇതെന്താ നീനും മാത്രം വലിയ ഇതാക്കാനുള്ളത്? മിസ് യു തൊപ്പി ഞാനാണ്, എനിക്കിപ്പൊ ഡെയിലി വരാൻ പറ്റത്തില്ല. ഞാൻ